ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടൊരു മാംഗോ ഐസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാങ്ങ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതിനുശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് വരാം. അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഈ മാങ്ങ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചില ആളുകൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് മധുരം വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഓവർ മധുരം ആയാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അടുത്ത നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നന്നായിട്ട് നമ്മളൊന്ന് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു തിക്ക് പരുവത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പണ്ടെങ്ങോ മീഷോന്ന് വാങ്ങിയതായിരുന്നു ഒരു ഐസിൻ്റെ ഇത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയിരുന്നു. അതിൻ്റെ കുറേ സ്റ്റിക്കൊന്നും കാണാനൊന്നുമില്ല. അപ്പോൾ കിട്ടിയത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഐസ് ഉണ്ടാക്കി നോക്കാൻ വെച്ചിട്ട് അങ്ങനെ നമ്മൾ അതിൽ കുറച്ചൊക്കെ പാലുണ്ട്, ചിലതിന് സ്റ്റിക്കൊന്നും ഇല്ല. അപ്പം ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ആ മാങ്ങയുടെ പൾപ്പ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഓരോ ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കേണ്ട ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആകെ പോയിട്ടൊക്കെ ഉണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. സ്റ്റിക്കുള്ളത് വെച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി നമ്മൾ അടുത്ത പരിപാടി ഇത് ഫ്രിഡ്ജിൽ കയറ്റലാണ്. അപ്പോൾ ഏകദേശം ഒരു 24 മണിക്കൂറൊക്കെ ഞാൻ മുമ്പൊക്കെ ഐസ് ഉണ്ടാക്കുന്ന സമയത്ത് വെച്ചിരുന്നത് ഇത് സെറ്റായി വരാൻ. അപ്പോൾ നമുക്ക് 24 മണിക്കൂർ തന്നെ വെക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി ഇത് ഫ്രിഡ്ജിൽ ഒരു 24 മണിക്കൂറെങ്കിലും, 24 മണിക്കൂറില്ലെങ്കിലും നമുക്ക് കുറച്ച് സമയം വെക്കാം. അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റാൻ ചെന്ന സമയത്ത് ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇതാണ് ഗൈസ്. എന്താ ചെയ്യുക, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല, ഒരു രക്ഷയില്ല കേട്ടോ. ഫുൾ ഐസാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിലൊക്കെ അവസ്ഥ ഇത് തന്നെയാണോ? ആരുടെയും വീട്ടിൽ ഇങ്ങനെ ഉണ്ടോ? കമൻറ്റ് ചെയ്യൂ. അങ്ങനെ കുറേ നേരം പരിശ്രമിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു കത്തൊക്കെ വെച്ചിട്ട് ആ ഐസ് മൊത്തം ചുരണ്ടിയെടുത്തു. ഇതാ ഒരു മിക്സിയുടെ ജാറ് നിറയെ ഐസ്, മഞ്ഞുമല, ഞങ്ങളുടെ വീട്ടിലെ മഞ്ഞുമലയാണ് ഗെയ്സ്. അങ്ങനെ ഒരുവിധം പണിപ്പെട്ട് ഏകദേശം നമ്മുടെ ഐസിൻ്റെ ഇത് വെക്കാനുള്ള ഒരു ചെറിയ ക്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വിധത്തിൽ നമ്മൾ അങ്ങോട്ട് കയറ്റി വെച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ഇതിൽ കുറച്ച് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഐസ് സെറ്റായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ ഇത്രയും വലിയൊരു മഞ്ഞുമലയുണ്ട്. പിന്നെ നമ്മൾ എന്തിനു പോകണം, മണാലിയിലൊക്കെ അത്രക്കും ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചില സമയത്ത് ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടാണ്. അങ്ങനെ നമ്മൾ 24 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ് സെറ്റായി വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ചിലതിൽ സ്റ്റിക്കൊന്നുമില്ല, എന്നാൽ നമുക്ക് ടീസ്പൂൺ വെച്ചിട്ട് കഴിക്കാം. അടിപൊളിയായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കൊക്കെ പെട്ടെന്നൊരു ഐസൊക്കെ കഴിക്കാൻ കൊതി തോന്നുകയാണെങ്കിൽ പുറത്തെങ്ങും പോകണ്ട, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്കും റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.